എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലാട്ടോ. അപ്പോൾ കണ്ണൂരിൽ വരുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂരിലുള്ളവരാണെങ്കിലും ഈ സ്ഥലം എന്തായാലും കാണേണ്ട കേട്ടോ. അപ്പോൾ അധികമൊന്നും പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെറ്റ് സ്റ്റേഷൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. ഈ ഒരു ആനയുടെ സ്റ്റാച്യു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒറിജിനൽ ആനയല്ല കേട്ടോ, സ്റ്റാച്യു ആണ്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു ആ സമയം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം വെക്കേഷനിൽ നിങ്ങൾക്ക് കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞാൽ പോകാൻ പറ്റിയ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് കഴിഞ്ഞാണെന്ന് പറയാം കേട്ടോ. കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ചെറിയൊരു ഹാംസ്റ്ററൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരാപ്പയ്മയുടെ പറ്റിയിട്ടാണ്. ഈ അരാപ്പയ്മയുടെ വലിപ്പം നിങ്ങളുണ്ട്, നമുക്കതിനെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ മുകളിൽ പോയിട്ടാണ് നമുക്കതിനെ ഫീഡ് ചെയ്യേണ്ടത്. ഇത്ര വലിപ്പമുള്ള ഒരു അരാപ്പയ്മനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അതിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നതാണ് കേട്ടോ നമ്മുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ കേട്ടോ. ഇവിടുത്തെ പ്രത്യേകിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള എല്ലാ ജീവികളും, അതായത് പെറ്റ്സിൽ നമ്മളിപ്പോൾ പറയുന്ന പക്ഷികളായിക്കഴിഞ്ഞാലും മീനായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്താ പറയേണ്ട വേറെയുള്ള എന്ത് സംഭവമായി കഴിഞ്ഞാലും വളരെ ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഈ ആക്റ്റീവായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ വെച്ചാൽ എല്ലാം നല്ല വൃത്തിയാട്ടോ. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. കണ്ണൂരിലുള്ള അധികം ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി അഥവാ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വരികയെന്ന് ഞാൻ പറയും കേട്ടോ. കാരണം കുട്ടികൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇതേപോലെയുള്ള പക്ഷികളെയും ഇതൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് കാണാൻ പറ്റില്ല. പല വസ്തുക്കളും നമുക്ക് കാണാനേ പറ്റില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാക്കൊട്ടെന്നൊക്കെ നമ്മൾ പറയില്ല കണ്ണൂർ ഭാഷയിൽ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ അതൊന്നുമില്ല. പല ജീവികളും ഇപ്പോൾ കാണാനേ പറ്റുന്നില്ല ചെറിയ കുട്ടികൾക്ക്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ കുട്ടികളുടെ മനസ്സിൽ അത് വർത്തായിട്ടുണ്ടാകും കേട്ടോ. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക കേട്ടോ. രാവിലെ തന്നെ ഞാനിപ്പോൾ പറയുന്നത് വീട്ടിൽ നിന്ന് മാക്സിമം രാവിലെ തന്നെ ഇറങ്ങാൻ നിൽക്കുക. നമ്മൾ തലശ്ശേരിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എത്ര മണിക്ക് ഞാൻ എത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 3:15 കേട്ടോ. ഉച്ചക്ക് 3:15. ഉച്ചക്ക് 3:15 നല്ല തിരക്കുണ്ട്, നല്ല ആളുകളുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം ആവുന്ന സമയമാകുമ്പോഴത്തേക്ക്, അതായത് ഏകദേശം ഒരു 5 മണിയൊക്കെ ആവുന്ന സമയം നല്ല തിരക്കുണ്ടാവും കേട്ടോ. അത്യാവശ്യത്തിന് ഇപ്പം നല്ല ക്രൗഡുണ്ട് ഇവിടെ. ഈ ബേഡ്സിനൊക്കെ കണ്ട നിമിഷം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് എന്നാണ്. അതായത് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട അത്ര നല്ലോണം ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഈ ബേഡ്സിൻ്റെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എനിക്കൊരു നല്ലൊരു ഇതായിട്ട് തോന്നിയതാണ് ഈ ചെറിയ കുതിര കേട്ടോ. കുതിരയല്ല, സോറി, കഴുതയാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വളരെ അതായത് ചെറിയ നമ്മൾ ഒരു നായിനെക്കാട്ടും കുറച്ചും കൂടി വണ്ണമുണ്ട്. നോർമൽ കഴുതകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊരു ചെറിയ ടൈപ്പിലല്ലാണ്. ഏത് മോഡലാണ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ചെറിയ വിധത്തിലുള്ള പശുക്കുട്ടിയാണ്. അത് പൂമ്പുകാർ മറ്റേ ആന്ധ്രാപ്രദേശിലൊക്കെയുള്ള ഒരു ടൈപ്പ് പശുവാണെന്നാണ് പറയുന്നത്. ഒരുപാട് കാലം മുന്നേ ഞാൻ പോയ സമയത്ത് അതിൽ ഒരു ചെറിയൊരു കുട്ടീനെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ഉള്ളത് ഈ കുതിരയാണ് കേട്ടോ. ഇതൊരു ചെറിയ എന്താ പറയണ്ട, ഒരു ചെറിയ കുതിരയാണ്. ഒറിജിനൽ കുതിരേൻ്റെ സൈസല്ല കേട്ടോ ഇത്. ഒറിജിനൽ കുതിര നല്ല വലിപ്പം ഉണ്ടാവും. ഇതൊരു ചെറിയ കുതിരയാണ് അത്യാവശ്യം. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല വലിപ്പമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു ചെറിയ കുതിര കേട്ടോ. പിന്നെ ഓസ്ട്രിച്ചിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് ആളുകൾ കാണാൻ ശ്രമിക്കുന്നത്, ഒരുപാട് ആളുകൾ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയത്തൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രിച്ചിൻ്റെ അരിയത്ത് ഇരുന്നിട്ട് കാണാം. എത്ര അടുത്ത് എനിക്ക് പോകാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതൊന്നും അതായത് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കക്ഷി ഇങ്ങനെ വന്നിട്ട് എന്താ ക്യാമറയിൽ എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ ഒട്ടകത്തിനെ കാണിക്കാൻ നമ്മൾ എവിടെ പോകണം, രാജസ്ഥാനിലോ അല്ലെങ്കിൽ വല്ല മരുഭൂമി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകണം. പക്ഷേ ഇവിടെ ഇതാ ഒട്ടകത്തിന് നമുക്ക് തൊടാനും ഫീഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിനെ തൊടാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, ടിക്കറ്റിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് 150, 200 കേട്ടോ പ്രൈസ് വരുന്നത്. 150 വെച്ചാൽ നോർമൽ നമുക്ക് എല്ലാ ജീവികളെയും നോർമലായിട്ട് കാണാൻ പറ്റും, പെറ്റ്സിനൊക്കെ കാണാൻ പറ്റുന്നതാണ്. 200 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെറ്റിന്, അതായത് ഒരു ടിക്കറ്റിൻ്റെ കൂടെ 200 രൂപ എടുത്താൽ ഒരു പെറ്റിനെ നമുക്ക്, അതായത് ബേർഡാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെറ്റിന് ഇതേപോലെ കൂട്ടിലൊക്കെ കയറിയിട്ട് നമുക്ക് അതിനെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് 200 രൂപയുടെ ടിക്കറ്റ് എടുത്താലുള്ള ഗുണം. 50 രൂപയെ കൂടുതലുള്ളൂ. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക്
പിന്നെ 200 രൂപക്ക് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 100% വർത്താണ് കേട്ടോ. കുറച്ച് വർഷം മുന്നേ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇപ്പം എന്താ പറയുക, എല്ലാം കൊണ്ടും ടിക്കറ്റിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കുന്നതാണ് കാരണം. പക്ഷേങ്കിലും നമ്മൾ 200 രൂപയായി കഴിഞ്ഞാൽ ഞാൻ വർത്തുന്നേ പറയും കേട്ടോ. കാരണം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ജീവികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു ജീവികളെയും കാണാനുള്ള ഒരു ചാൻസ് ഇല്ല. പണ്ടത്തെ കാലത്താണെങ്കിലും മിനിമം കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കാളേനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കാണാനാണ്? ഓസ്ട്രിച്ചിനൊക്കെ കാണാമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആഫ്രിക്കയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മാത്രമേ ഓസ്ട്രിച്ചിനൊക്കെ നമുക്ക് കാണാൻ പറ്റൂ. ഈ കക്ഷി കണ്ടോ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അരിയത്തരിയത്ത് വന്ന് നോക്കുക കേട്ടോ. ക്യാമറയുടെ അരിയത്തരിയത്തായിട്ട് വന്നിട്ട് നോക്കുകയാണ് എന്താ സംഭവം. പിന്നെയുള്ളത് ഒരു ആടാണ് കേട്ടോ. ചൈനയിൽ നിന്നുള്ള ഒരു ആടാണ് സിംഗോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കൊമ്പൊക്കെ ഒരു വളരെ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ ഒരു രസമുണ്ട് അതിനെ കാണാനായിട്ട് തന്നെ. പിന്നെ ഓരോന്നിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ഇവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആടുകളെ സെക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ടൈപ്പ് ആടുകൾ, ബാർബറി ആട്, ചൈനീസ് ആട്, അതേപോലെയുള്ള ഹിമാചലിൽ നിന്നുള്ള ആട്, അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പലതരം ആടുകൾ. ഇത് കണ്ടോ, ജേക്കബ് ഷീപ്പ്. ഇതൊക്കെ എന്താണ് സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല കേട്ടോ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ തള്ളി മറിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡ്സിൻ്റെ സെക്ഷനാണ് ഒരുപാട് കൂടുതലുള്ളതെന്നാണ്. അതും വ്യത്യസ്തമായ ബേഡ്സുകളാണ് കേട്ടോ. ഞാൻ എൻ്റെ സത്യത്തിൽ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഈ കോഴിയുടെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. കോഴി അതെന്ത് കോഴിയാണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ചൈനയിൽ നിന്നുള്ള ഈ ബേർഡിനെ കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സാമ്യം തോന്നിയിട്ടുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ നോക്കിയട്ടെ, നമ്മളെ നാട്ടിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് എനിക്ക് തോന്നി ഇത് കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇതൊന്നും ഇങ്ങനത്തെ ഒരു ഒന്നിനും നമ്മൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് പാമ്പിനെ മേലെ ഇടുന്ന പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ആമിക്കുട്ടി പാമ്പിനെ ഇടാൻ പോകുന്നതാണ്. നമുക്ക് നോക്കാം. പേടിക്കണ്ട കേട്ടാ. വാപ്പയുണ്ട്. ഓ അങ്ങനെ ആമി പിടിച്ചിട്ടുള്ള കേട്ടാ. പാമ്പിനെ പിടിച്ചിട്ട് കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരു ടിക്കറ്റിൻ്റെ കൂടെ നമുക്കൊരു പെറ്റിനെ നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്നുള്ളൂ. ആ പെറ്റെന്ന് വെച്ചാൽ ഇപ്പോൾ പാമ്പിന് വേണ്ടി നമുക്ക് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ബേർഡിനെയൊക്കെ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ബേർഡിന് നമുക്ക് തീറ്റ കൊടുക്കാം. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിനും തീറ്റ കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫിഷിന് എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നുള്ളത്. അതും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് തീറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. ഫിഷിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ വട്ടം എന്തായാലും പാമ്പിനെ ഞങ്ങൾ കഴുത്തിലിടുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പിള്ളേർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹരം പോലെ ആയിട്ടുള്ളത് പാമ്പിനെ എടുത്ത് കഴുത്തിലിടണം എന്നുള്ളത്. എല്ലാവരും എടുത്തിട്ടിടുന്ന, അതായത് പെറ്റ് പാമ്പ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി വരുന്നത് ഡോഗ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഡാൽമേഷ്യൻ ഡോഗിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഡോഗിനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, രാത്രി ഇവർ ഡോഗിനെ തുറന്നു വിടുകയാണ് പതിവ്. അതുകൊണ്ട് പകൽ മാക്സിമം അധിക നായ്ക്കളും ഉറങ്ങുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല, അതായത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ബ്രീഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് ഒറിജിനൽ ബ്രീഡാണ് എന്നുള്ളത്. ഒരുപാട് വെറൈറ്റി ഉള്ള ഡോഗ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആക്റ്റീവായിട്ട് തോന്നാതിൻ്റെ കാരണം അവർ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ലയൺ ദ കിങ് കണ്ടവരാരും ഈ ഒരു കക്ഷിയെ മറക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു കക്ഷി ഒരുപാട് കാലത്തിന് ശേഷമാണ്, ലയൺ ദ കിങ്ങിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇത് കാണുന്നത് കേട്ടോ. ശരിക്കും ആ പണ്ട് കണ്ട അതേ ഫീൽ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ഫിഷിന്
തീറ്റ കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്ന തീറ്റ കൊടുക്കുന്ന നമ്മൾ പറയുന്ന ഒക്കെ ഫീഡ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ള കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതായിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ കയ്യിൽ നമ്മൾ തീറ്റ വെച്ചിട്ട് നമ്മളിത് താത്തി വെച്ച് കൊടുക്കുക വേണ്ടത് വെള്ളത്തിലേക്ക്. മീനൊക്കെ കണ്ടോ എത്ര ആക്റ്റീവാണെന്ന് നിങ്ങൾ നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ. ഞാൻ എന്തിനാണ് രാവിലെ തന്നെ ഇവിടെ വരണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ഈ നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ക്രൗഡുള്ള സമയത്ത് തീരെ സമയം കിട്ടില്ല കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ ആൾക്കാരുണ്ടാവും പുറകിൽ, അപ്പോൾ നമ്മൾ ബാക്കിൽ തന്നെ ഇങ്ങനെ നടന്ന് പോകേണ്ടി വരും. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് കേട്ടോ നിലത്തുനിന്ന് ഒരു റാബിറ്റ് ഇങ്ങനെ ഓടി നടക്കുന്നു. സത്യം പറഞ്ഞാൽ അതിനെ ചവിട്ടി പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ, ആരും ശ്രദ്ധിക്കുന്നില്ല അതിനെ. ഈ ഫീഡ് ചെയ്യുന്ന സമയത്ത് മീനുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കൈ വെക്കുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഫീഡ് ചെയ്യാൻ വരുന്നതാണെന്നുള്ളത്. അപ്പോൾ തന്നെ അവർ എല്ലാവരും കൂട്ടമായിട്ട് വരുന്ന കേട്ടോ. ജസ്റ്റ് ഒരു കുറച്ച് ഫിഷിൻ്റെ അങ്ങനെയല്ല, നല്ല ക്രൗഡായിട്ട് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. അങ്ങനെ മീനിന്റെ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് ബേർഡ്സിന്റെ സെക്ഷൻ ആട്ടോ ഇവിടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫുള്ള് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ശരിക്കും പറഞ്ഞാൽ മീനിന്റെ സെക്ഷനിലെ കുട്ടികളും വലിയാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ, എന്താ വെച്ചാൽ മൈൻഡ് ഫുള്ള് നമ്മളൊരു ശാന്തമാകാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ. ലാഹോർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒറിജിനൽ ഇന്ത്യ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ പ്രാവിനെ പറ്റിയിട്ട് ആ ബൂട്ട് നമ്മൾ എന്താ പറയില്ല പണ്ട് ബൂട്ട് കട്ട് എന്താ ബൂട്ടുള്ള പ്രാവ് എന്ന്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവിനെ വളർത്തുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ചുരുക്കമാണ് കേട്ടോ നാട്ടിലൊക്കെ പ്രാവിനെ വളർത്തുന്നത്. നമ്മൾ കേരളത്തിൽ എനിക്കറിയില്ല, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എന്ന് വെച്ചാൽ പണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ അവരൊക്കെ പറത്തി വിടും, പിന്നെ കുറച്ച് കഴിഞ്ഞാലൊക്കെ ഒരുപാട് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരും കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഈ സംഭവമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പലതും ഇപ്പോൾ നടക്കുന്നത് തമിഴ്നാട്ടിൽ മുംബൈയിലൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടാണ് നടക്കുന്നത്. പിന്നെ കൊച്ചിയിൽ ഉണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് ഒരുപാട് പ്രാവുകളുടെ കളക്ഷനൊക്കെ ആയിട്ട് കൊച്ചിയിലുണ്ടെന്നാണ് തോന്നുന്നത്. ഇവരിവിടെ തീറ്റ കൊടുക്കുക കേട്ടോ. തീറ്റ കൊടുക്കുന്ന നോക്കിയാൽ നിങ്ങൾ എത്ര ഹൈജീനിക്കായിട്ടുള്ളത്. ആ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈജീനിക്കായിട്ടാണ് ഉള്ളത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം കേട്ടോ. ഇവരുടെ ഒരു ടീം വർക്ക് തന്നെയാണെന്ന് ഞാൻ പറയാം. അല്ലാണ്ടൊന്നും ഇതൊരിക്കലും ഇതേപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു നല്ലൊരു ടീം വർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ കുതിര എന്താ ഏത് സമയം നോക്കിയാലും പുറംതിരിഞ്ഞ് നിൽക്കുന്നതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് അവർ ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ കക്ഷി അവിടുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. ആ സൈഡിലൊട്ടിയാണ് അവരത് ഫീഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കുതിര കടിക്കാനും തൊഴിക്കാനും സാധ്യതയുള്ളതിനാൽ കുതിരക്കൂടിൽ നിന്നും അകലം പാലിക്കുക എന്നത്. കുതിരക്ക് തീറ്റ കൊടുക്കരുത്, കുറച്ച് അഗ്രസീവ് ആണെന്ന്. 2 കുതിരകളുണ്ട് കേട്ടോ. ഒന്ന് ഫുള്ള് വൈറ്റും പിന്നെ ഒന്നുള്ളത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളത്. അടിപൊളിയാണ് കാണാൻ തന്നെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായല്ലോ ആ കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ല, അപ്പോൾ അത് അത്ര ഒരു വലിപ്പം തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇതിനെ ഇങ്ങനെ ഓപ്പൺ ആക്കി വിട്ടിട്ടാണ് ഉള്ളത്. എന്താ വലിയൊരു ഇഗ്വാന ടൈപ്പ് തന്നെ, എന്താ പറയുക ഒരു ഓന്ത് എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓന്ത് എന്ന് പറയാം, വെറൈറ്റി ആയിട്ടുള്ളൊരു ഓന്ത് എന്ന് പറയാം. അപ്പോൾ ഈ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട്, പല രാജ്യത്തുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. എല്ലാം കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ അതേപോലെ ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.